ഇപ്പോഴും ടൗൺ ഹാളിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. വലിയ നീണ്ട നിര നമുക്കിപ്പോഴും കാണാം. അതുകൊണ്ട് തന്നെ ഈ നിശ്ചയിച്ച സമയത്ത് അവിടെ നിന്ന് ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുക സാധ്യമാകുമോ എന്നറിയില്ല. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ കാണുന്ന ഒരുക്കങ്ങൾ? സംസ്കാര ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ? രേണുക, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ലാഫിംഗ് വില്ലയിലേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം കഴിഞ്ഞ ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. ബന്ധുക്കൾക്കും ഒപ്പം ബന്ധുക്കൾ ഈ ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തെ ഈ വീട്ടിൽ കുറച്ചു നേരം കൂടി അവർക്കൊപ്പം ഇരിക്കണം എന്നൊരാവശ്യം അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വീട്ടിലും ഒരു 2 മണിക്കൂർ പൊതുദർശനം കുടുംബത്തോടൊപ്പം അദ്ദേഹം അവസാനമായിരിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സാധാരണ സലിംകുമാറിനെ കാണാൻ എത്തുന്നവർ അല്ലെങ്കിൽ ഈ വീട്ടിലെത്തുന്നവർക്ക് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഒരുപാട് ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷം പകർന്നുകൊണ്ട് സലിംകുമാർ ഈ വീട്ടിന്റെ മുന്നിലുണ്ടാകും. പക്ഷേ ഇനി സലിംകുമാർ ഇല്ല എന്നൊരു വാർത്ത അത് ഈ വീട്ടിനെ സംബന്ധിച്ച്, ഈ വീട്ടിലെത്തുന്ന അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വലിയ വേദനയോടുകൂടി തന്നെയാണ് ആ വാർത്തയെ ഓർക്കുന്നതും. ഇവിടെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ചിതാഭസ്മവും പുഴയിലേക്ക് ഒഴുക്കരുത് എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മറ്റ് ചടങ്ങുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംസ്കാരം മാത്രമായിരിക്കും ഇവിടെ നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിത ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ സലിംകുമാർ ഉറങ്ങുന്നത് ഈ മണ്ണിലായിരിക്കും. അദ്ദേഹം ഈ വീട് വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വീടിന്റെ ഓരോ കല്ലും വെക്കുന്നതും അതിൽ ഓരോന്നും തന്റെ ചിരിയാണ്, തന്റെ വിയർപ്പാണ്, തന്റെ ചോറാണെന്ന് പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ആകെ അദ്ദേഹം സമ്പാദിച്ചത്, അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും ഈ വീടിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഈ വീട്. ആ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നതും. ഇവിടെ മറ്റു ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇനി ഇവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപവും ഒരുങ്ങുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നല്ല തിരക്കാണ് ഇവിടെയുള്ളത്. ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്. നല്ല മഴയാണ് രേണുക. ഇന്ന് കമൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ, സംവിധായകൻ കമൽ അദ്ദേഹത്തെ ഓർത്തെടുത്തപ്പോൾ പറഞ്ഞത് നല്ല മഴയാണ് സലിംകുമാറിനെ യാത്ര അയക്കാൻ, മഴയും ഒപ്പം കൂടി. ആദ്യമായി താൻ സലിംകുമാറിനെ കാണുന്നതും ഒരു മഴയത്തായിരുന്നു. അങ്ങനെ മഴയുമായി തൻ്റെ സിനിമയിൽ പോലും പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ച, വളരെ മനോഹരമായി കാഴ്ചവെച്ച ആ ഒരു കഥാപാത്രം വളരെ നമ്മളെല്ലാവരെയും ഏറെ വേദനിപ്പിച്ച് കരയിപ്പിച്ച ഒരു കഥാപാത്രം കൂടിയാണ്. അതുവരെ നമ്മൾ കണ്ട സലിംകുമാർ ആയിരുന്നില്ല പിന്നീട് പല സിനിമകളിലും നമ്മൾ കാണുന്നത്. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് നിർത്തുന്നതും. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെല്ലാം വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. ഇന്നലെ അദ്ദേഹം ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരിക്കലും കുടുംബവുമോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് ചേതനയേറ്റ ശരീരമായിട്ടായിരിക്കും അദ്ദേഹം ഈ വീട്ടിലേക്ക്, ഈ ലാഫിംഗ് വില്ലയിലേക്ക് തിരിച്ചു വരിക എന്നത്. അത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളുമൊക്കെ ഈ ഒരു വേർപാടിനെ നോക്കിക്കാണുന്നതും. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് പനി ഉണ്ടായിരുന്നു, ന്യൂമോണിയയായി. പിന്നീട് വൈകിട്ട് രാത്രിയോടുകൂടി 10:46 അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. അദ്ദേഹം മരിക്കേണ്ട ഒരു പ്രായമായിരുന്നു എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് പറയാം, അദ്ദേഹം മരിക്കേണ്ട ഒരു സമയമായിരുന്നില്ല. ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹം, ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ബാക്കി വെച്ചിക്കൊണ്ടാണ് മടങ്ങുന്നത്. അതുതന്നെയാണ് മലയാളികൾ ഓരോരുത്തർക്കും ഏറെ വേദന നൽകുന്നതും. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മളെല്ലാവരും ഓർത്തോർത്ത് ചിരിക്കുകയും വീണ്ടും വീണ്ടും കാണുകയും ചെയ്യുന്നത്. അത് എത്ര കാലപ്പഴക്കം വന്നാലും സലിംകുമാറിന്റെ തമാശകൾ അതെന്നും മലയാളികളെ കുടുകുടാ ചിരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു മാറ്റവുമില്ല, അതിലൊരു തലമുറ മാറ്റവുമില്ല. ഇന്നത്തെ കുട്ടികളെയും സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് ഈ കല്യാണരാമനായാലും മായാവി ആയാലും അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഇപ്പോഴും നമ്മളത് കണ്ട് ചിരിക്കാറുണ്ട്. നമ്മുടെയൊക്കെ പലപ്പോഴും ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോമഡികൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിലീഫ്, ഒരു സന്തോഷം, അത് തന്നെയാണ് സലിംകുമാർ എന്ന
കലാപ്രതിഭയെ അല്ലെങ്കിൽ ഒരു നടനെ അത്രയേറെ നമ്മളിലൊക്കെ ചേർത്ത് നിർത്താനുള്ളൊരു കാരണവും അല്ലെങ്കിൽ അദ്ദേഹം അത്രയും മഹാനായൊരു നടനാണെന്ന് നമ്മളെ പറയിപ്പിക്കുന്നതൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച് പോയ സിനിമകൾ തന്നെയാണ്. എന്തായാലും വലിയ വേദനയോടുകൂടി തന്നെയാണ് പറവൂർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗ വാർത്ത കേട്ടറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് വലിയ ജനാവലി തന്നെയാണ്. നമ്മൾ ടൗൺ ഹാളിൽ കണ്ടതാണ്. 1 മണിയോടുകൂടി ഈ പൊതുദർശനം അവസാനിപ്പിക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ടൗണിൽ ആളുകൾ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം അദ്ദേഹത്തെ കണ്ട് മടങ്ങാൻ വീണ്ടും വീണ്ടും ആളുകൾ ആഗ്രഹത്തോടെ ഇനി അവസാനമായി എങ്കിലും നമ്മുടെ സലിമേട്ടനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും. അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഒരുപാട് സിനിമകളുണ്ട്. മായാവി ആയിക്കോട്ടെ, കല്യാണരാമൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അടുത്ത് തന്നെയാണോ? പറവക്കാരി തന്നെയാണ്. അതെ അതെ, അയൽവാസികളാണ്. തറവാട് ചിറ്റാറ്റിയറ, ഞങ്ങൾ അയൽവാസികളാണ്. അപ്പൊ അന്ന് മുതലേ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. എന്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുണ്ട് SNM കോളേജ് മാലിയങ്കരയില്. ഒരു കൂടെ സഹപാഠി കൂടിയാണ്. അതെ അതെ, അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് നമ്മൾ അത്രയേറെ കണ്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കൊക്കെ നേരിട്ട് വലിയ അടുപ്പമൊക്കെ ബന്ധമുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ഏറ്റവും അടുത്തൊരു കുടുംബ സുഹൃത്ത് എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പിന്നെ ഈ കുട്ടികളുണ്ടായതിനു ശേഷം കുട്ടികളെ എഴുത്തിനിരുത്ത് വീട്ടുകാരുമായിട്ട് നല്ല ബന്ധം, ഏറ്റവും അടുത്തൊരു ബന്ധം. ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തരണ്ടേന്ന് ഇവർക്ക് ഇതില്ലാതെ രീതിയിൽ എന്തും ഉണ്ടാക്കി സലിംകുമാർ തന്നെ ഉണ്ടാക്കി തരും. സുനിതയും അതുപോലെ തന്നെ തന്നും വിടും. അതുപോലെ അങ്ങനെ വലിയൊരു ബന്ധം, ഒരു ആത്മബന്ധം. എൻ്റെ ഹസ്ബൻഡാണ്, ഇത് കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ്റെ വൈഫാണ്. അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉള്ള വ്യക്തി എന്നതിൽ ഉപരി പിന്നെ ഈ ഒരു ബന്ധത്തിൽ കൂടി കറുത്ത ജൂതൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒന്ന് ഇത് കാണിക്കാനായിട്ടൊരു അവസരം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെയധികം ഇത് ബഹുമാനിക്കുന്നതും അതുപോലെ തന്നെ സുഹൃത്തായതുകൊണ്ട് അതിലേറെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. വളരെ അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു. കാരണം ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അസുഖം ബാധിച്ചിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇപ്പോൾ അങ്ങനെ പോകും എന്ന് കരുതിയില്ല. രേണുക അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പങ്കുവെച്ചത്. ഇത്രയും പെട്ടെന്ന് അദ്ദേഹം പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ എന്നതാണ് പറയുന്നത്. ലാഫിംഗ് വില്ല, എല്ലാവരെയും ചിരിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ലാഫിംഗ് വില്ല ആകെ ഇപ്പോൾ ശോകമൂകമാണ്. എല്ലാവരും നിറകണ്ണുകളോടെ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട സലിംകുമാറിന് വിട നൽകാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പറവൂർ ടൗൺ ഹാളിൽ ഇപ്പോഴും പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.